ഗിരിയേട്ടാ, ഡിവോഴ്സിന് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴും ഹരീഷിന് എന്നോട് നല്ല ദേഷ്യമുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ധൈര്യമൊന്നുമില്ല ഗിരിയേട്ടാ. അമ്മ പറഞ്ഞത് പ്രീതി കാര്യമാക്കണ്ട. അയൽക്കാർ ഓരോന്ന് പറയുന്നത് കേട്ട് അമ്മ ദേഷ്യപ്പെട്ടതാ. കാനഡയിലേക്ക് പോകുന്നത് വരെ പ്രീതിക്ക് ഇവിടെ തന്നെ കഴിയാം. അമ്മ ചോദിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ശരി ഗിരിയേട്ടാ. ഈ വീട്ടിലെ സ്ഥാനം അങ്ങനെയൊന്നും ഞാൻ വിട്ടുതരില്ല ഭാനുമതി അമ്മേ. ഗിരിയേട്ടനെ സ്വന്തമാക്കണമെന്ന് ഞാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സാധിച്ചിരിക്കും. താങ്ക് യു ഗോപാൽജി. നിന്നോട് ഞാനാ നന്ദി പറയണ്ടേ. നീ ഫ്രാൻസിസിനെ പോലെയല്ല. ചെലവാക്കുന്ന കാശിന് കൃത്യമായിട്ടുള്ള ഉപകാരം നിന്നെ കൊണ്ടുണ്ടാവുന്നുണ്ട്. അല്ല, ആ പീതാംബരൻ നാട് വിടുകയാണെന്നുള്ളൊരു വാർത്ത കേട്ടു. പോട്ടെ, ഏത് സമയവും കാശ് വേണമെന്ന് പറഞ്ഞ ശല്യമായിരുന്നു അയാള്. പക്ഷേ ഇപ്പൊ അയാള് പോകുന്നത് അത്ര നല്ല കാര്യമല്ല. അതെന്താ? അയാളുടെ കൂടെ മദ്യപിച്ച ചിലര് പറഞ്ഞത് അയാൾക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്നും ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറയണമെന്നുമാ. അയാളെല്ലാം തുറന്നു പറഞ്ഞ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് സാറിന് നന്നായിട്ട് അറിയാലോ. പീതാംബരനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അയാളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്ന ഡാഡി നല്ലത്. ഡച്ചക്ക, ഒരു പോലീസുകാരുടെ മുന്നിൽ നിന്നാണോ കൊലപാതകം പ്ലാൻ ചെയ്യുന്നത്? എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇടുന്ന ഈ യൂണിഫോമിനോട് ചെറിയൊരു ബഹുമാനം കാണിക്കണമല്ലോ. ഞാൻ അറിയിക്കാനുള്ളത് ഗോപാൽജിയെ അറിയിച്ചു. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അനിതേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ ഗോപാൽജി? ഈ അവസ്ഥയില് പീതാംബരം മരിക്കുകയാണെങ്കിൽ തന്നെ ആരെയായിരിക്കും പോലീസ് ആദ്യം സംശയിക്കുന്നേ? ഗിരിയല്ലേ? പീതാംബരന് ഗിരിയിൽ നിന്നും സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി തന്നിട്ടില്ലേ?